സോ ഗൂഗിൾ ഷീറ്റിന് ഒരു കാൽക്കുലേറ്റർ പോലെ എങ്ങനെ യൂസ് ചെയ്യാം. അതായത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്, പ്ലസ് മൈനസ് ഇൻറ്റു, അതുപോലെ ഡിവൈഡ് ചെയ്യുക, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഗൂഗിൾ ഷീറ്റ് വഴി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഈക്വൽ സൈൻ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ നോട്ടിലോ മറ്റോ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് 1+1 1+2 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈക്വൽ ടു കൊടുക്കുക. നമുക്കിവിടെ അങ്ങനെയല്ല. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം, നമ്മൾ ഈക്വൽ ടു സൈൻ കൊടുത്തു, അപ്പോൾ തന്നെ അവിടെ ഒരു ബോർഡറൊക്കെ ചേഞ്ച് ആയ പോലെ കാണുന്നുണ്ട്. ഈ ഈക്വൽ ടു സൈൻ കൊടുക്കുന്നതോടെ ഗൂഗിൾ ഷീറ്റ് വിചാരിക്കുന്നത് നമ്മളിങ്ങനൊരു ഫോർമുല, അതായത് ഒരു കണക്ക് കൂട്ടാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിളിന് ഇപ്പോൾ ഞാൻ കൊടുത്തു 10+5 എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ 15 വന്നു. അതായത് നമ്മൾ ആ കൊടുത്ത സെല്ലിൽ അതിന് ആൻസർ വന്നു. ഈ സെല്ല് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിൽ ഈ ഒരു ഫോർമുല ബാറിൽ കാണാൻ പറ്റും നമ്മൾ എന്താണോ അവിടെ ഫോർമുല കൊടുത്തത് എന്നുള്ളത്. അപ്പോൾ നമുക്കിത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെല്ല് സെലക്ട് ചെയ്ത് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടും ഇവിടെയും നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് പുതിയ വാല്യൂ വല്ലതും ഉണ്ടെങ്കിൽ അത് കൊടുത്താം. അപ്പോൾ നമ്മൾ ഈക്വൽ ടു സൈൻ ഇടുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പം നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈക്വൽ ടു ഇട്ടു, ഒരു 10+6 ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ ആഡ് മാത്രമല്ല, നമുക്ക് 20 - 14 മൈനസ് ഇട്ടു മൈനസ് ചെയ്യാൻ പറ്റും. ഇനി ഇൻറ്റു ചെയ്യുന്നതിന് നമ്മൾ സ്റ്റാർ ബട്ടൺ യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ഈക്വൽ ടു 23 × 4 എൻ്റർ അമർത്തി ആ ഈക്വൽ ടു എത്രയാണോ അത് വന്നു. അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യുന്നതിനും നമുക്കിപ്പോൾ ഇതാ ഒരു 25/5. നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇവിടെ 5 എന്ന് പറഞ്ഞിട്ട്, അതായത് ഇതിന് വാല്യൂ എന്താണോ വരാൻ പോകുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണോ വരാൻ പോകുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ടാവും. എൻ്റർ അമർത്തി നമുക്ക് എത്രയാണോ വാല്യൂ അത് കിട്ടി. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ ഒറ്റ കാൽക്കുലേഷൻസ് ആണ്. അതായത് 10+2 20 - 14 അങ്ങനെ ഒറ്റ കാൽക്കുലേഷന് വരുന്നുള്ളൂ. ഇനി നമുക്ക് ഈക്വൽ ടു ഒരു 12+2 × 6 നമ്മൾ ഒന്ന് കൂടുതൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്. എൻ്റർ അമർത്തി നമുക്ക് 24 ആണ് കിട്ടി. പക്ഷേ ഇത് നോക്കുക, നമ്മളിപ്പോൾ ഈക്വൽ ടു എടുത്തിട്ട് നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നതിനനുസരിച്ചിട്ടല്ല ഇതിൽ വാല്യൂ വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് കൊടുത്തത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 12-നെ കൂടെ 2 കൂട്ടി 14 ഈ 14-നെ 6 കൊണ്ട് ഇൻറ്റു ചെയ്ത വാല്യൂ ആയിരിക്കണം നമുക്കിവിടെ കിട്ടേണ്ടത്. അതല്ല നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതിനർത്ഥം ഇതിനൊരു ഓർഡർ ഉണ്ട്. അതായത് ഇതിലിപ്പോൾ കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളത് ഈ 2 × 6 ഇതാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അതായത് 2 × 6 12, അതിന് കൂടെ ഈ 12 കൂടെ കൂട്ടി 24. അങ്ങനെയാണ് നമുക്ക് 24 എന്നുള്ള ആൻസർ കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മൾ ഗൂഗിൾ ഷീറ്റ് ഇവിടെ ഒരു ഓർഡർ സെലക്ട് ചെയ്യുന്നുണ്ട്. ബ്രാക്കറ്റ്, അതുപോലെ റൈസ്റ്റ്, ഇതാണ് അതിൻ്റെ ഓർഡർ. അതായത് ബ്രാക്കറ്റ് നമ്മൾ റൈസ് ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമല്ലോ. അതായത് ഈക്വൽ ടു ഇപ്പോൾ 2 8, അതായത് 2 × 2 × 2 അങ്ങനെ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്നത്, അതായത് ഈക്വൽ ടു സൈനിന് ശേഷം ബ്രാക്കറ്റ്, അതിന് ശേഷം നോക്കുക ഈ റൈസ് ടു ഉണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ ഇൻറ്റു ആൻഡ് ഡിവൈഡ്, ഇത് രണ്ടും ഒരേ ലെവലിലാണ് വരുന്നത്, രണ്ടിനും ഈക്വൽ വെയിറ്റേജ് ആണ്. അപ്പോൾ അത് രണ്ടും മാത്രമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആരാണോ ഫസ്റ്റ് വരുന്നത് അവരെയാണ് ഇൻറ്റു ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ ഈക്വൽ ടു ഇട്ടു 2 × 4 / 6. ഇപ്പോൾ ഇതിൽ വാല്യൂ വന്നു. ഇതിലിപ്പോൾ നമുക്ക് എടുത്തിട്ടുള്ളത് ഇവിടെ രണ്ടിനും ഈക്വൽ പവറാണ്, ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിൽ ആദ്യം ആരാണോ വന്ന് അവരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 × 4 എത്രയാണ്? 8. 8-നെ എടുത്തു, 8 / 6, അതിനനുസരിച്ചിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓർഡർ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇതാണ് ഇതിൻ്റെ ബേസിക്, അതായത് ഫണ്ടമെൻ്റൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. ഇതറിയാണ്ട് നമ്മൾ വലിയ വല്ല ഇക്വേഷൻസും ഫോർമുലാസും ഒക്കെ യൂസ് ചെയ്ത് പോകുമ്പോഴും ഈ ഒരു ബേസിക് സ്ട്രക്ചറിലാണ് നമുക്കിതിൽ ഫോർമുലാസും ഫങ്ഷൻസും ഒക്കെ വർക്കാവുന്നത്. ഇപ്പം ഞാനിന്നൊരു എക്സാമ്പിളിനായിട്ടൊരു വലിയൊരു കാൽക്കുലേഷൻ എഴുതി ഇട്ടുതരാം. ഇപ്പം ഞാനിവിടെ ഒരു വലിയൊരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കാൽക്കുലേഷൻ ചെയ്യാനുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ഓർഡറിൽ എങ്ങനെയെന്ന് നോക്കാം.
അതായത് നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഏതാണോ വരുന്നത് അതാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. അതായത് 3x6. അതിനുശേഷം റൈസ് ടു ആയിട്ട് ഏതെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്, അതായത് 2x2 എന്ന് പറയുന്നത് അതാണ് നെക്സ്റ്റ് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതോടെ 4 മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതുണ്ട്. അപ്പോൾ 8 × 4 അവിടെ ചെയ്യുന്നതാണ്. അതും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ അഡീഷൻ സബ്സ്ട്രാക്ഷനിലേക്ക് വരുന്നത്. അതിൽ തന്നെ മൈനസാണ് ആദ്യം എന്നുള്ളത്, അതുകൊണ്ട് തന്നെ ഈ 2 മൈനസ് ഈ ഒരു വാല്യൂ നമ്മൾ 6 കിട്ടിയത് അത് മൈനസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വാല്യൂ ആയിട്ട് പ്ലസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ ആൻസർ ആയിട്ടുള്ള 28 എന്നുള്ളത് കിട്ടുന്നത്. ഇതാണ് ബേസിക്സ്, അതായത് കാൽക്കുലേഷൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതറിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഫോർമുലാസും കാര്യങ്ങളൊക്കെ നല്ലപോലെ നോക്കാൻ പറ്റുള്ളൂ. സിമ്പിളാണ്, പക്ഷേ പലരും അറിയാണ്ട് ചെയ്യുമ്പോൾ നമ്മൾ വലിയ വലിയ ഫോർമുലാസ് യൂസ് ചെയ്യുമ്പോൾ അത് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മൾ അഡീഷൻ സബ്സ്ട്രാക്ഷൻ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ്, അതായത് കാൽക്കുലേഷൻസ് എങ്ങനെ ചെയ്യാം, അതായത് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റർ പോലെ ഇതിലെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പക്ഷേ നമ്മൾ കാൽക്കുലേറ്റർ പോലെ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രെഡ്ഷീറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സ്പ്രെഡ്ഷീറ്റിൽ എങ്ങനെ കാൽക്കുലേഷൻസ് ചെയ്യാം എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ വരാം.